അതുകൊണ്ട് അവിടെ വന്നിട്ട് എല്ലാവരും വന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഒരു ക്ഷമ പറയില്ല, എനിക്ക് അവളെ കാണണ്ട, ഞാൻ എൻ്റെ അത് പറയൂലേ നമ്മൾ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ പറയും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് അക്ബർ വരുന്നു, കലാഭവൻ സരിക വരുന്നു, ഷാരിക വരുന്നു, എല്ലാം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസുകളും എന്നോട് വന്നിട്ട് പറയുകയാണ്, എടാ നീ ഒന്ന് ആ മസ്താനുമായിട്ടുള്ള പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോഴും അവളുടെ വിഷമം മാത്രമാണ് വലുത്, ഞാൻ അനുഭവിച്ച് എന്നെ അങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് ശരത്തെ അതും തെറ്റാണ്. അപ്പം ഞാനെന്ന് ഒരു ആലോചിച്ചപ്പം എനിക്ക് തോന്നി എന്നെ ഞാനങ്ങനെ വാശി പിടിച്ച് നടക്കേണ്ട കാര്യം ഇല്ല എനിക്ക്. അവൾക്കൊരു തെറ്റ് പറ്റി, ഇപ്പം എൻ്റെ പെങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്, ഞാൻ ക്ഷമിക്കണ്ടേ? പിന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്, ഞാൻ ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മസ്താനി എടുത്ത് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല, മസ്താനി വിഷമിക്കേണ്ട, കരിയറിൽ ഒരുപാട് നല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞ എൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. ഒരുപാട് നാൾ കരിയറിൽ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ക്ഷമ കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ കൊടുത്തു, അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും.